എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഉറുദുവിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ദോസ്തി എന്നുള്ള പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. दोस्ती. किशोर को अजमल का गाँव बहुत पसंद आया. अजमल की अम्मी ने उसे मज़ेदार पकवान भी खिलाए. अम्मी ने कहा, बेटे किशोर, अगले महीने ईद आने वाली है, उस दिन ज़रूर आना. अम्मी की बात सुनकर किशोर बहुत खुश हुआ और उसको अपनी दोस्त शाकिरा की कहानी याद आई. ഇനി നമുക്ക് ഇതിലുള്ള വാക്കുകളുടെ അർത്ഥം നോക്കാം. ദോസ്തി എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ബഹുത് എന്ന് പറഞ്ഞാൽ വളരെയധികം, പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, മസേദാർ എന്ന് പറഞ്ഞാൽ രുചിയുള്ള, പക്വാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഖിലായെ എന്ന് പറഞ്ഞാൽ കഴിപ്പിച്ചു അല്ലെങ്കിൽ ഭക്ഷിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ബേട്ടെ എന്ന് പറഞ്ഞാൽ മകനെ അല്ലെങ്കിൽ മകളെ എന്നൊക്കെയാണ് അർത്ഥം. അഖിലെ എന്ന് പറഞ്ഞാൽ അടുത്ത, മഹീനെ എന്ന് പറഞ്ഞാൽ മാസം. അപ്പോൾ അഖിലെ മഹീനെ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം. വറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ബാത്ത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ അല്ലെങ്കിൽ സംസാരം എന്നൊക്കെ പറയാം. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പിനി എന്ന് പറഞ്ഞാൽ തൻ്റെ. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. യാദ് ആയി എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം പറയാം. ദോസ്തി എന്താണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്? ദോസ്തി എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. കിഷോർ കോ അജ്മൽ കാ ഗാവ് ബഹുത് പസന്ദ് ആയ. കിഷോറിന് അജ്മലിൻ്റെ ഗ്രാമം വളരെയധികം ഇഷ്ടപ്പെട്ടു. അജ്മൽ കി അമ്മീനെ ഉസേ മസേദാർ പക്വാൻ ബി ഖിലായെ. അജ്മലിൻ്റെ ഉമ്മ കിഷോറിനെ വളരെ രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിപ്പിച്ചു. അമ്മീനെ കഹ, ഉമ്മ പറഞ്ഞു, ബേട്ടെ കിഷോർ, മോനെ കിഷോർ, അഗ്ലേ മഹീനെ ഈദ് ആനെ വാലേ ഹേ, അടുത്ത മാസം പെരുന്നാൾ വരാൻ പോവുകയാണ്. ഉസ് ദിൻ ളറൂർ ആന, ആ ദിവസം തീർച്ചയായും വരണം. അമ്മി കി ബാത് സുൻകർ കിഷോർ ബഹുത് ഖുഷ് ഹുവ, ഉമ്മയുടെ വാക്കുകൾ കേട്ട് കിഷോർ വളരെയധികം സന്തോഷിച്ചു. और उसको अपनी दोस्त ഷാക്കിറ की കഹാനി യാദ് ആയി. അപ്പോൾ അവൻക്ക് അവൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാക്കിറയുടെ കഥ ഓർമ്മ വന്നു. ഇനി നമുക്ക് ഷാക്കിറയുടെ കഥ എന്താണെന്ന് നോക്കാം. ഷാക്കിറ घर के सामने उदास बैठी थी. उसको देखकर पड़ोस के शर्मा जी ने पूछा, बेटी तुम इस तरह चुपचाप क्यों बैठी हो, खेलती कूदी क्यों नहीं? അപ്പോൾ നമുക്ക് അർത്ഥം പറഞ്ഞാലോ. ഷാക്കിറ ഘർ കെ സാമനെ ഉദാസ് ബൈഠി ഥി. ഷാക്കിറ വീടിൻ്റെ മുമ്പിൽ വളരെ ദുഃഖത്തോടെ ഇരിക്കുകയായിരുന്നു. ഷാക്കിറ ഘർ കെ സാമനെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുന്നിൽ, സാമനെ എന്ന് പറഞ്ഞാൽ മുന്നിൽ. ഉദാസ് ബൈഠി ഥി, വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം, വിഷമം എന്നൊക്കെയാണ് അർത്ഥം. ബൈഠി ഥി എന്ന് പറഞ്ഞാൽ ഇരിക്കുകയായിരുന്നു. ഉസ്കോ ദേക്കർ, അവളെ കണ്ടിട്ട്. ദേക്കർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്. പഡോസ് കെ ശർമാജിനെ പൂച്ച, അയൽവാസി ആയിട്ടുള്ള ശർമാജി ചോദിച്ചു. പഡോസ് എന്ന് പറഞ്ഞാൽ അയൽവാസി, പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ബേട്ടി, മോളെ, തും ഉസ് തരഹ് ചുപ്ചാപ് ക്യൂ ബൈഠി ഹൂം, നീ ഇതുപോലെ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? തും ഇസ് തരഹ് ചുപ്ചാപ് ക്യൂ ബൈഠി ഹൂം. ചുപ്ചാപ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ. അപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇതുപോലെ മിണ്ടാതിരിക്കുന്നത്? ഖേൽത്തി കൂതി ക്യൂ നഹി, നീ എന്താ കളിച്ച് ചിരിച്ച് നടക്കാത്തേ? ഖേൽത്തി കൂതി എന്ന് പറഞ്ഞാൽ കളിച്ച് ചിരിച്ച് നടക്കുക എന്നാണ് അർത്ഥം. ഇനി അടുത്ത പേജ് നോക്കൂ. മേ കിസ്കെ സാത്ത് ഖേലൂൻ ചാച്ച. അപ്പോൾ അവൾ ചാച്ചയോട് പറയുകയാണ്, ഞാൻ ആരുടെ കൂടെയാണ് കളിക്കുക? മേ കിസ്കെ സാത്ത്, ആരുടെ കൂടെ? ഖേലൂൻ ചാച്ച, കളിക്കും ചാച്ച. അപ്പോൾ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ഖേലൂം എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ് അർത്ഥം. മേരി കോയി സഹേലി നഹി ഹേ, എനിക്കിവിടെ യാതൊരു സുഹൃത്തുമില്ല. സഹേലി എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. ഫിക്ർ മത് കരോ ബേട്ടി, നീ വിഷമിക്കേണ്ട മോളെ. ഫിക്ർ മത് കരോ എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. കൽ മേരി ബേട്ടി ലത ആനെ വാലി ഹേ, നാളെ എൻ്റെ മോള് ലത വരുന്നുണ്ട്. അഗലേ ദിൻ ലത അപ്പനി അമ്മിക്ക് സാത്ത് ആ പഹുഞ്ചി, അടുത്ത ദിവസം ലത തൻ്റെ ഉമ്മയുടെ കൂടെ അവിടെ എത്തിച്ചേർന്നു. ആ പഹുഞ്ചി എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു.
ലത ഷാക്കിറ കി സഹേലി ബൻ ഗയി. അങ്ങനെ ലത ഷാക്കിറയുടെ സുഹൃത്തായി മാറി. ബൻ ഗയി എന്ന് പറഞ്ഞാൽ മാറി. ഷാക്കിറ കി തരഹ് വോ ബി സാത്വീം ജമാഅത്ത് മേ പഠിത്തി ഥി. ഷാക്കിറയെ പോലെ തന്നെ ലതയും 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാത്വീം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്. ദീവാലി പർ ഷാക്കിറ ലത കെ ഘർ ഗയി. ദീവാലിക്ക് ഷാക്കിറ ലതയുടെ വീട്ടിൽ പോയി. तो उसे बड़ा मज़ा आया. അപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി. മസ എന്ന് പറഞ്ഞാൽ സന്തോഷം, രസം എന്നൊക്കെയാണ് അർത്ഥം. ഖാനെ കെ ലിയെ തരഹ് തരഹ് കെ ചീസേൻ ദേ. അവിടെ ഭക്ഷിക്കാനായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഖാനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട്. തരഹ് തരഹ് കെ വ്യത്യസ്ത തരങ്ങളിലുള്ള ചീസേൻ ദേ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അമ്മീനെ ഷാക്കിറാക്കോ ഉൻ ചീസോ കെ നാം ബത്തായേ. ഉമ്മ ഷാക്കിറക്ക് ആ വസ്തുക്കളുടെ എല്ലാം പേരുകൾ പറഞ്ഞു കൊടുത്തു. ബത്തായേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു. ചീസോം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. യേ ബേസൻ കെ ലഡ്ഡു ഹേ. ഇത് കടലപ്പൊടിയുടെ ലഡ്ഡുവാണ്. അപ്പോൾ ഇവിടെ ലതയുടെ ഉമ്മ ഷാക്കിറക്ക് ഓരോ പലഹാരങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ബേസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസൻ എന്ന് പറഞ്ഞാൽ കടലപ്പൊടി. യേ സോൻ പാപ്പടി ഹേ और ये शक्कर पारे ഹേ. ഇത് സോൻ പാപ്പടിയാണ്, അതുപോലെ ഇത് ശക്കർ പാരയാണ്. അപ്പോൾ സോൻ പാപ്പടി ശക്കർ പാര എന്നൊക്കെ പറഞ്ഞാൽ ഒരു പലഹാരമാണ്. നിങ്ങൾക്ക് ഞാനിവിടെ ആ പലഹാരത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. സോൻ പാപ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പലഹാരത്തിനെയാണ് നമ്മൾ സോൻ പാപ്പടി എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതാണ് ശക്കർ പാര എന്ന് പറയുന്നത്. ഓക്കെ. ഷാക്കിറാനെ കുച്ച് ചീസേം പഹ്ലി ബാർ ദേഖ്തി ഥി. അതിൽ കുറച്ച് വസ്തുക്കളെല്ലാം ഷാക്കിറ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പഹ്ലി എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ എന്നാണ് അർത്ഥം. ഷാം കോ ലത കെ ഘർ മേ കൈ തരഹ് കെ ദിയേ ജൽ രഹേ ദേ. വൈകുന്നേരം ലതയുടെ വീട്ടിൽ വ്യത്യസ്ത തരത്തിലുള്ള വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ദീപാവലിക്ക് അവർ വ്യത്യസ്ത തരത്തിലുള്ള വിളക്കുകൾ കത്തിച്ചിരുന്നു. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ് അർത്ഥം. ദിയേ ജൽ രഹേ ദേ എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ഊഞ്ചായി പർ രംഗ് ഭിരംഗ് ആകാശ് ദീപ് ഭി ലഡ്കാ ഹുവാ ഥാ. ഊഞ്ചായി പർ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ. രംഗ് ഭിരംഗ ആകാശ് ദീപ് ഭി ലഡ്കാ ഹുവാ ഥാ. വ്യത്യസ്ത നിറത്തിലുള്ള ദീപങ്ങളും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വ്യത്യസ്ത നിറത്തിലുള്ള ദീപങ്ങളും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ലഡ്കാ ഹുവാ ഥാ എന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സാരാ ഘർ ജഗ്മഗ് കർ രഹാ ഥാ. വീട് മുഴുവനും മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ സാര എന്ന് പറഞ്ഞാൽ മുഴുവനും, ജഗ്മഗ് എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുക. യേ ദേഖ് കർ ഷാക്കിറാനെ ലതാസെ പൂച്ച. ഇതെല്ലാം കണ്ടിട്ട് ഷാക്കിറ ലതയോട് ചോദിച്ചു, തും ഈദ് കെ ദിൻ മേരെ ഘർ ആവുങ്കി നാ. നീ ഈദിൻ്റെ ദിവസം, അതായത് പെരുന്നാളിൻ്റെ ദിവസം എൻ്റെ വീട്ടിലേക്ക് വരൂലേ? ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുന്നാളാണ് കേട്ടോ. മേരി അമ്മി തുമെ മസേദാർ ഷേർ ഹർമ ഖിലായെങ്കി. എൻ്റെ ഉമ്മ നിന്നെ വളരെ രുചിയുള്ള ഷേർ ഹർമ കഴിപ്പിക്കും. അപ്പോൾ ഷേർ ഹർമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം പായസമാണ്. നട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു പായസമാണ് ഷേർ ഹർമ എന്ന് പറയുന്നത്. ഹാ മേ ലറൂർ ആവുങ്ക. ഞാൻ എന്തായാലും വരും. ലറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലെങ്കിൽ എന്തായാലും എന്നൊക്കെയാണ് അർത്ഥം. ആവുങ്കി വരും. चंद महीनों के बाद शर्मा जी अपने घर वालों के साथ किसी दूर इलाके में चले गए. चंद महीनों के बाद കുറച്ച് മാസങ്ങൾക്ക് ശേഷം. ചന്ദ് എന്ന് പറഞ്ഞാൽ കുറച്ച്, മഹീനോം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. ശർമാജി അപ്നെ ഘർ വാലോം കെ സാത്ത്. ശർമാജി തൻ്റെ വീട്ടിലുള്ളവരെയും കൂട്ടി. ഘർ വാലോം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ. കിസി ദൂർ ഇലാക്കെ മേ ചലേ ഗയേ. ഏതോ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയി. ഇലാക്കയെ എന്ന് പറഞ്ഞാൽ സ്ഥലം, പ്രദേശം എന്നൊക്കെയാണ് അർത്ഥം. ലത കെ ജാനെ സെ ഷാക്കിറ അക്കേലി ഹോ ഗയി. ലത പോയതോടുകൂടി ഷാക്കിറ ഒറ്റപ്പെട്ടു. അക്കേലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു. ആജ് ഈദ് കാ ദിൻ ഹേ. ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമാണ്. ഷാക്കിറ കോ ലത കി യാദ് ആ രഹി ഥി. ഷാക്കിറക്ക് ലതയുടെ ഓർമ്മ വന്നു. അഗർ വോ യഹാ ഹോത്തി തോ. ഒരു പക്ഷേ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ.
മേരെ നയെ കപ്പടെ ദേഖുകർ കിത്തനി ഖുഷ് ഹോത്തി. അവൾ എൻ്റെ പുതിയ വസ്ത്രം കണ്ടിട്ട് എത്രത്തോളം സന്തോഷിക്കുമായിരുന്നു. കപ്പടെ എന്ന് പറഞ്ഞാൽ വസ്ത്രം. അച്ചാനക് പെട്ടെന്ന് ഘർക്കെ സാമനെ വീട്ടിൻ്റെ മുമ്പിൽ ഖാഡി രഖ്നെ കി ആവാസ് ആയി. വണ്ടി നിർത്തിയതിൻ്റെ ശബ്ദം കേട്ടു. ഖാഡി എന്ന് പറഞ്ഞാൽ വണ്ടി അല്ലെങ്കിൽ വാഹനം. രഖ്നെ എന്ന് പറഞ്ഞാൽ നിർത്തുക, വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. शाकिरा और उसके अब्बू ने बाहर निकलकर देखा तो ഷർമാജി ലത और उसकी अम्मी खड़े थे. ഷാക്കിറയും അതുപോലെ അവളുടെ ഉപ്പയും പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ അതാ ഷർമാജിയും ലതയും അതുപോലെ അവളുടെ ഉമ്മയും നിൽക്കുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി അർത്ഥം പറയാം. ഷാക്കിറ और उसके अब्बू ने, ഷാക്കിറയും അതുപോലെ അവളുടെ ഉപ്പയും ബാഹർ നിക്കൽക്കർ പുറത്തിറങ്ങിക്കൊണ്ട്. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, നിക്കൽക്കർ എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊണ്ട്. ദേക്കാത്തോ നോക്കിയപ്പോൾ ഷർമാജി, ഷർമാജിയും ലത, ലതയും और उसकी अम्मी അതുപോലെ അവരുടെ ഉമ്മയും ഖഡേദേ നിൽക്കുന്നുണ്ടായിരുന്നു. ഷാക്കിറ ഖുഷ് കെ മാരെ ജോർ സെ ചില്ലായേ. ഷാക്കിറ സന്തോഷം കൊണ്ട് ഉറക്കെ നിലവിളിച്ചു. ജോർ എന്ന് പറഞ്ഞാൽ ഉറക്കെ, ചില്ലായേ എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു. എന്താ നിലവിളിച്ചത്? നിലവിളിക്കുക മീൻസ് ചില്ലായേ, വിളിച്ചു. അതായത് ഉറക്കെ അവൾ ലത എന്ന് വിളിച്ചു. ഉസ്കി ആങ്കോൻ സെ ആൻസു നിക്കൽ ആയേ. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. ആങ്കോം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, ആൻസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. വോ ലത സെ ലിപ്പട് ഗയി. അവള് ലതയെ കെട്ടിപ്പിടിച്ചു. ലിപ്പട് ഗയി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു. യേ ദേഖുകർ ഷർമാജി കഹ്നെ ലഗേ. ഇത് കണ്ടിട്ട് ഷർമാജി പറയാൻ തുടങ്ങി. അരേ ബേട്ടി, അരേ മോളെ, ഈദ് കെ ദിൻ രോത്തെ നഹി. പെരുന്നാളിൻ്റെ ദിവസം ആരും കരയാറില്ല. രോത്തെ എന്ന് പറഞ്ഞാൽ കരയുക. ഖുഷ് ഹോത്തെ ഹേ, എല്ലാവരും സന്തോഷിക്കാറാണുള്ളത്. ഷാക്കിറ കെ അബ്ബു ഉനെ ഘർ കെ അന്തർ ലേ ആയേ. ഷാക്കിറയുടെ ഉപ്പ അവരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. ഇധർ ഉധർ കി ബാത്തോ കെ ബാദ് സബ് ദസ്തർഖ്വാൻ പർ ബൈഠ് ഗയേ. അവിടുത്തെയും ഇവിടുത്തെയുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചതിന് ശേഷം അവരെല്ലാവരും ദസ്തർഖ്വാനിൽ ഇരുന്നു, അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. ജഹാം ബിരിയാണി ഓർ ഷേർ ഹർമ ലഗേ ഹുയേ ഥേ. അവിടെ ബിരിയാണിയും അതുപോലെ ഷേർ ഹർമയും വെച്ചിട്ടുണ്ടായിരുന്നു. ദസ്തർഖ്വാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് മേശപ്പായ, പായ മുതലായവ വിരിച്ചിട്ട് ചടങ്ങിൻ്റെ ഭാഗമായി ഒരുക്കുന്ന ഭക്ഷണ വിരുന്നാണ് എന്ത്? ദസ്തർഖ്വാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ബാക്കി വർക്കുകളുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.